ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ കളറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ്. ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ ബ്രൗൺ ഓയിൽ പേസ്റ്റൽ വെച്ചിട്ട് ഒരു ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അധികം പ്രസ് ചെയ്യാതെ നോർമലായിട്ട് നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഡോംസിൻ്റെ പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ട് ഞാനിവിടെ ലെയറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഇയർബഡ്സ് ഉപയോഗിക്കുന്നു. നമ്മളിവിടെ കളറിങ് കൊടുക്കുമ്പോൾ നമ്മൾ റെഫറൻസ് പിക്ചർ എപ്പോഴും നോക്കിയിട്ട് ഒബ്സർവേഷൻ ചെയ്യണം നല്ല രീതിയിൽ. അതിൽ എവിടെയൊക്കെയാണോ ലൈറ്റ്നെസ് ഉള്ളത്, എവിടെയൊക്കെയാണോ ഡാർക്ക്നെസ് ഉള്ളത്, അത് നമ്മൾ നോക്കിയിട്ട് ഇവിടെ ഓയിൽ പേസ്റ്റൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഷെയ്ഡിങ് കൊടുത്തു. എൻ്റെ നെറ്റിയുടെ ഭാഗത്ത് കുറേ ഡാർക്ക്നെസ് ഏരിയ ആണ്, അതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ബ്രൗൺ വെച്ച് ചെയ്തു, പിന്നെ ബ്ലൂ അതിൽ അപ്ലൈ ചെയ്തു, പിന്നെ ബ്ലാക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ എവിടേക്കാണോ ഹൈലൈറ്റ്സ് ഉള്ളത് അവിടെ ഞാൻ വൈറ്റ് ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ഒരു കണ്ണുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് ഇവിടെ റെഡ് ഓയിൽ പേസ്റ്റൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെൻസിൽ വെച്ച് ഉപയോഗിക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാളിമാതയുടെ ഔട്ട്ലൈൻ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെ ഇടാം എന്ന ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഷെയ്ഡിങ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നല്ലവണ്ണം ശ്രദ്ധിക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കണ്ണിൻ്റെ ഉൾഭാഗത്തെ കളറിങ് നമ്മൾ ചെയ്യുകയാണ്. ഫസ്റ്റായിട്ട് ഞാനിവിടെ ലൈറ്റ് റോസ് കളർ വെച്ചിട്ട് ഞാൻ 2 കോർണറിലും ഞാൻ ചെറുതായിട്ട് അടിച്ചു. അതിനുശേഷം ഞാനത് ബ്ലെൻഡ് ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ കൃഷ്ണമണിക്ക് നമ്മൾ ബ്രൗൺ പേസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് ബ്ലാക്ക് പെൻസിൽ വെച്ച് ഉപയോഗിക്കുന്നു. കണ്ണിൻ്റെ പുരികം ഒക്കെ. പിന്നെ നമ്മളിവിടെ വൈറ്റ് ജെൽ പെന്നും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് ജെൽ പെൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് പുതിയ ഡ്രോയിങ് ട്യൂട്ടോറിയൽസും പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പേസ്റ്റൽ, അങ്ങനെ എല്ലാവിധ ഡ്രോയിങ്സ് വീഡിയോസും ഞാൻ ഇവിടുന്ന് ഇടുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാനായി ഇവിടെ ബ്ലാക്ക് ഡോംസിൻ്റെ കളർ പെൻസിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ ഇയർബഡ്സ് ഉപയോഗിക്കുക.
സ്കിന്നിൻ്റെ ഭാഗത്തും ഞാൻ സെയിം പ്രോസസ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഡോംസിൻ്റെ ബ്രൗൺ ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ട് ഞാൻ ലൈറ്റും ഡാർക്ക്നെസ് എവിടേക്കാണോ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ലൈറ്റ് റോസിൻ്റെ ഡോംസിൻ്റെ കളർ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു പാർട്ട് മിസ്സായി പോയി. ഞാനവിടെ ഷെയ്ഡിങ്സ് കൊടുത്തു. ബ്ലാക്ക് ഓയിൽ പേസ്റ്റിൽ വെച്ച് ഞാൻ ഫുള്ളായിട്ട് ഷെയ്ഡിങ് കൊടുത്തു. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിക്കുന്നു. നമ്മുടെ മൂക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിന് ഹൈലൈറ്റ്സ് കൊടുക്കാൻ ഇവിടെ ഇലക്ട്രിക് എറേസർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റ് ജെൽ പെന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നു. വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രഷർ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിവിടെ ചുണ്ടിൻ്റെ ഭാഗം നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായി ഞാൻ ഇവിടെ ഓറഞ്ച് ഓയിൽ പേസ്റ്റിൽ വെച്ചാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിന് ഡാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഡീറ്റെയിലിങ്ങിനായിട്ട് നീഫ് വെച്ചിട്ട് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.